ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പ്രഗ്നൻസി എഡിഷൻ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ തന്നെ എണ്ണിട്ട് നമ്മുടെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നേരെ തന്നെ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രാവിലെ തന്നെ ഈ ചെടികളൊക്കെ കാണുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഒരു കുഴപ്പവും നമ്മുടെ ചെടിക്ക് പറ്റിയിട്ടില്ല. നല്ല ഉഷാറായിട്ട് തന്നെ ചെടി നിൽക്കുന്നുണ്ട്. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കാറുണ്ട്. ഇത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ശീലമാക്കിയ ഒരു കാര്യമാണ്. അല്ലാതെ എനിക്ക് പാലൊന്നും കുടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മോർണിംഗ് പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയൊരു പ്രൊഡക്റ്റാണ് ഇത് ഈ കാണുന്നത്. ഇത് നമ്മുടെ ബീട്രൂട്ട് ലിപ് ബാം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ വീഡിയോ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യാനും, പിന്നെ നമുക്കിത് നൈറ്റിൽ ലിബിലൊരു പ്രൊട്ടക്ഷൻ പോലെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ലിബ് ഭയങ്കര സ്മൂത്താവും. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിങ്കിഷ് കളർ കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലിബിൻ്റെ ക്രാക്സ് അല്ലെങ്കിൽ നമുക്ക് ലിബിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതെടുത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായിപ്പോവും. ഇത് നമ്മൾ ബീട്രൂട്ട് ജ്യൂസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയായിപ്പോവും. ബീട്രൂട്ട് ഉണക്കി പൊടിച്ച് പൗഡറാക്കി ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെളിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ടായിട്ട് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എന്തെങ്കിലും കഴിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അരമണിക്കൂർ നടക്കണം. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ആ ഒരു നടത്തം നമുക്ക് വളരെ അനിവാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അപ്പം നടത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ഉപ്പുമാവാണ്. നല്ല മുരിങ്ങയില ഇട്ട ഒരു പ്രഗ്നൻസി എഡിഷൻ ഉപ്പുമാവ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ അടുക്കളയിൽ ഇതേ നമ്മുടെ മീൻ കറി കിടന്ന് തിളയ്ക്കുന്നു. കൂടെ തന്നെ ക്യാബേജ് തോരനുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുവറ കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബേജിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്, ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് കടുക്, ഉഴുന്ന് ഇത് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഒരു വറ്റൽമുളകും നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും പിന്നെ നമ്മൾ ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില, ഇതിൽ ഒരുപാട് റിച്ച് അയൺ കണ്ടൻറ്റുകളുണ്ട്. നല്ലതാണ് ഈ ഒരു ടൈമിൽ കഴിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റവ എടുത്തിട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി തേങ്ങ അത്ര മതി. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. സംഭവം റെഡി. അങ്ങനെ നമ്മുടെ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത പപ്പായ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുളിയും കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അധികത്തിൽ. ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺമഷി, നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള കൺമഷിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി കറുപ്പാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് പരിപാടി എന്ന് പറയുന്നത്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.